വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് 10th പ്രിലിംസ് കഴിഞ്ഞു. ഇനി എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിലുള്ള പല ക്ലാസ്സുകളും ടീച്ചർ അപ്ലോഡ് ചെയ്യേണ്ടായി. ഇനി ഓണം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പലരും അതിന്റെ ഹാങ് ഓവറിലാണ്. അപ്പോൾ പഠനമൊക്കെ വരുന്നേ ഉണ്ടാവുള്ളൂ, പഠിച്ചു തുടങ്ങണേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒറ്റ ദിവസം പോലും പഠനത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇന്നൊരു 10 ചോദ്യമെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ടീച്ചർ ഈ ഒരു വീഡിയോ ഇടുന്നത്. ടീച്ചർക്കും പനിയാണ്, അപ്പൊ അതുകൊണ്ട് എന്നാലും നമ്മൾ ഒരു ദിവസം പോലും പഠിക്കാതെ ഇരിക്കരുത്. അപ്പൊ ഒരു 10 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയില് നമ്മള് റെയിൽവേ സോണുകൾ പഠിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ ഇന്ത്യയില് റെയിൽവേ സോൺ വരികയാണ്. ഇന്ത്യയിലെ റെയിൽവേ സോണിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഈ റെയിൽവേ സോണിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ പുതിയതായിട്ട് ഒരു റെയിൽവേ സോൺ പ്രവർത്തനം ആരംഭിച്ചതാണ്. അത് 18ാമത്തെ റെയിൽവേ സോണാണ്. അപ്പൊ ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ ഏതാണ്? അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പുതിയ റെയിൽവേ സോൺ ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ എന്നാണ് ഉത്തരം നമ്മൾ പറയേണ്ടത്. എന്താണ്? സൗത്ത് കോസ്റ്റ് ട്ടോ. അപ്പോ ഇന്ത്യയിലെ പുതിയ റെയിൽവേ സോൺ ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ 18ാമത്തെ റെയിൽവേ സോൺ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പുതിയ റെയിൽവേ സോൺ എന്നറിയപ്പെടുന്നത് 18ാമത്തെ റെയിൽവേ സോൺ ആണ്. അതിന്റെ പേര് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ എന്നാണ്. ഇനി അടുത്തത് നമുക്കറിയാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച്. അപ്പോ ഇത് UPA ഗവൺമെന്റ് നടപ്പിലാക്കിയതാണ്. എന്ത്? 2 പതിറ്റാണ്ടുകളൊക്കെ പിന്നിട്ടിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ? അപ്പൊ മഹാത്മാഗാന്ധി നാഷണൽ എന്താ പറയുന്നത്, റൂറൽ അല്ലെ, തൊഴിലുറപ്പ് ഗ്യാരണ്ടി പ്രോഗ്രാം MNREGS എന്നൊക്കെയാണ് നമ്മളത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനൊരു പ്രസക്തി ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ പദ്ധതി മാറി പുതിയ പദ്ധതി വന്നു. അതും നിങ്ങൾക്കറിയാം. എന്താണ് അതിന്റെ പേര്? VBG റാംജി. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ടീച്ചർ ഇതല്ല പറയുന്നത്. എന്താണ്? ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അവസാനിച്ചത്? 2026 ജൂൺ 30-ന് ഈ പദ്ധതി അവസാനിച്ച് പുതിയ പദ്ധതി ആയില്ലോ. അപ്പൊ ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അവസാനിച്ചത് എന്നാണ്? 2026 ജൂൺ 30-നാണ്. ഇനി നമ്മൾ വേൾഡിലെ ഒരു കാര്യം പഠിക്കാൻ പോകുന്നേ. വേൾഡിലെ ഏറ്റവും നീളം കൂടിയ, ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂൺ തൂക്കുപാലം എന്താണ്? ഒറ്റത്തൂൺ തൂക്കുപാലം. വേൾഡിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂൺ തൂക്കുപാലം എവിടെയാണ്? എവിടെയാണ് തുറന്നത്? അതിന്റെ പേര് എന്താണ്? ഈ തൂക്കുപാലം എവിടെയാണ് തുടങ്ങിയത്? തായ്വാനിലാണ്. എവിടെയാണ്? തായ്വാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂൺ തൂക്കുപാലം തായ്വാനിലാണ്. ഇത് മെയ് മാസത്തിൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. അതിന്റെ പേര് എന്താണ്? ദാൻജിയാങ് എന്നാണ് കേട്ടോ. ദാൻജിയാങ് തൂക്കുപാലം. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എന്താ പറയുന്നത്, ഒറ്റത്തൂൺ തൂക്കുപാലം തായ്വാനിലാണ്. ദാൻജിയാൻ തൂക്കുപാലം എന്നാണ് അതിന്റെ പേര്. ഇനി അടുത്തത് ഏത് നദിക്ക് കുറുകെയാണ്? തംസുയി. എന്താണ്? തംസുയി നദിക്ക് കുറുകെയാണ്. ഏത് നദിക്ക് കുറുകെയാണ്? തംസുയി നദിക്ക് കുറുകെ. അപ്പൊ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂൺ തൂക്കുപാലം തായ്വാനിൽ തുറന്നു കൊടുത്തു. അതിന്റെ പേര് ദാൻജിയാങ് എന്നാണ്. തംസുയി നദിക്ക് കുറുകെയാണ്. ഇനി അടുത്തത് ഗ്രീൻ ഓസ്കർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഗ്രീൻ ഓസ്കർ.
അപ്പൊ ഗ്രീൻ ഓസ്കർ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? അതിന്റെ പേര് ഗ്രീൻ ഓസ്കർ എന്നറിയപ്പെടുന്നത് വിറ്റ്ലി പുരസ്കാരമാണ്. ഗ്രീൻ ഓസ്കർ എന്നറിയപ്പെടുന്നത് ഏത് പുരസ്കാരമാണ്? വിറ്റ്ലി പുരസ്കാരം. ഈ വിറ്റ്ലി പുരസ്കാരത്തിനെയാണ് ഗ്രീൻ ഓസ്കർ എന്ന് വിളിക്കുന്നത്. ഈ വിറ്റ്ലി പുരസ്കാരം 2026 നേടിയത് ഇന്ത്യക്കാരാണ്. ആരാണ് ഈ ഇന്ത്യക്കാർ എന്നാണ് അവരുടെ പേരെന്താണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ആളുടെ പേര് പർവീൻ ഷെയ്ഖ് എന്നാണ്. ആരാണ്? പർവീൻ ഷെയ്ഖ്. രണ്ടാമത്തെ ആള് ബർബ സുബ്ബ. ബർബ സുബ്ബ, പർവീൻ ഷെയ്ഖ് എന്നീ രണ്ടു പേരാണ് എന്താ പറയുന്നത് വിറ്റ്ലി പുരസ്കാരം നേടിയത്. വിറ്റ്ലി പുരസ്കാരത്തിന്റെ മറ്റൊരു പേര് ഗ്രീൻ ഓസ്കാർ പുരസ്കാരം എന്നാണ്. 2026 പ്രഖ്യാപിച്ചപ്പോ അത് നേടിയ ആൾക്കാരുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ആസ്ഥാനം UK ആസ്ഥാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിറ്റ്ലി വിറ്റ്ലി ഫണ്ട് ഫോർ നേച്ചർ, വിറ്റ്ലി ഫണ്ട് ഫോർ നേച്ചർ നൽകുന്ന പുരസ്കാരമാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീൻ ഓസ്കാർ എന്നറിയപ്പെടുന്ന വിറ്റ്ലി പുരസ്കാരം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? കാര്യം ക്ലിയർ ആയില്ലേ? അടുത്തത് പറയാണ് ജനസംഖ്യ. അടുത്ത ചോദ്യം ഇതാണ്, ജനസംഖ്യാ നിരക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ജനസംഖ്യാ നിരക്കില് ഭയങ്കരമായിട്ട് ഇടിവ് ഉണ്ടായതിനെ തുടർന്ന്, ജനസംഖ്യാ നിരക്കിൽ വലിയ ഇടിവ് ഉണ്ടായതിനെ തുടർന്ന് അത് പരിഹരിക്കാൻ ഒരു സംസ്ഥാനം, ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് സാമ്പത്തിക സഹായം ജനങ്ങൾക്ക് നൽകാം എന്ന് പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ്? ആന്ധ്രാപ്രദേശാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശ്. അപ്പൊ ജനസംഖ്യയിലുണ്ടായ വലിയ ഇടിവിനെ തുടർന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിന്റെ പേര് ആന്ധ്രാപ്രദേശാണ്. ഇനി നമ്മുടെ ഇന്ത്യയില് ആദ്യമായിട്ട് ഒരു ട്രെയിൻ വരികയാണ്, ട്രെയിൻ സർവീസ് ആരംഭിക്കുകയാണ്. ഹൈഡ്രജൻ ട്രെയിൻ. എന്താണ് ആ ട്രെയിനിന്റെ പ്രത്യേകത? ഹൈഡ്രജൻ ട്രെയിൻ ആണ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നത് എവിടെ ആണ്, ഏത് റൂട്ടിലാണ് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അത് ഹരിയാനയിലാണ്. ഹരിയാനയിലെ റൂട്ട് നമ്മൾ പഠിക്കണം. ജിങ് സോനിപത്ത് റൂട്ട്. അപ്പൊ ഹരിയാനയിലെ ജിങ് സോനിപത്ത് റൂട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നത് എന്ന് ഓർക്കുക. ഇനി അടുത്തത് സൗത്ത് ഇന്ത്യയിൽ അഥവാ ദക്ഷിണ ഭാരതത്തിൽ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ ദക്ഷിണ ഭാരതത്തിൽ ആദ്യമായിട്ട് വന്ദേ ഭാരതിന്റെ, എന്തിന്റെയാണ്? വന്ദേ ഭാരത് ട്രെയിനിന്റെ എന്താണ് സ്ലീപ്പർ, കണ്ടോ? സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. വന്ദേ ഭാരതിന്റെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്ലീപ്പർ ട്രെയിൻ സർവീസ് ഏത് റൂട്ടിലാണ് പ്രവർത്തനം ആരംഭിച്ചത്? എവിടെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് എവിടുന്ന് എവിടം വരെയാണ്? ബാംഗ്ലൂരു മുംബൈ ആണ്. ബാംഗ്ലൂരു മുംബൈ റൂട്ടിലാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എന്ന് ഓർക്കുക. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി കമേഴ്സ്യൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഇന്ത്യയിൽ ആദ്യമായി കമേഴ്സ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന ആദ്യ വനിത, ഇന്ത്യയിൽ ആദ്യമായി ഏത് വനിതയ്ക്കാണ് കമേഴ്സ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നേടിയത്? ഏത് വനിതയാണ് നേടിയത്? KV അതുല്യ. ഇവരുടെ പേര് KV അതുല്യ എന്നാണ്. ഇനി കർണാടകയിലെ 25ാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? പുതിയ മുഖ്യമന്ത്രിമാരെ ചുമതലയേൽക്കുമ്പോ
പരീക്ഷയ്ക്ക് അത് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പാപ്പ പറഞ്ഞത് പഠിച്ചു വെച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാവില്ല. DK ശിവകുമാറാണ് കർണാടകയിലെ പുതിയ മുഖ്യമന്ത്രി, 25ാമത് മുഖ്യമന്ത്രി. ഇനി കേരളത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പഠിക്കുക. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ എ കൗശികൻ. ഡോക്ടർ എ കൗശികൻ ആണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത്. അപ്പൊ എനിക്കറിയാം ഇന്നലെ ഇന്നലെ ഓണൊക്കെ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ യാത്രയിലാവും, പലരും ടൂറും അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഓരോ ദിവസവും നമ്മൾ കുറച്ച് ചോദ്യങ്ങളും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ ആ ഒരു ലക്ഷ്യം ബോധം നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ നമ്മൾ ഒരു ദിവസം പോലും വെറുതെ ഒരു ചോദ്യം പോലും പഠിക്കാണ്ട് വെറുതെ കളയില്ല. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചർ വയ്യാണ്ടായിട്ട് പോലും നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഇത് പറഞ്ഞു തന്നത്. എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ.